ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു റോക്കറ്റ് വിക്ഷേപണത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ അമ്മൂമ്മ പറയും അതിന്റെ വലതുവശത്താണ് തീ കൊളുത്തേണ്ടത്. അത് അമ്മൂമ്മയ്ക്ക് മാത്രമല്ല മോളെ, ചോനറത്തുള്ളക്കാർക്ക് മുഴുവനും ഉണ്ട്. എന്താ അമ്മൂമ്മ? എന്താ ഭവാനി? എന്താ അപ്പൂപ്പനും കൊച്ചുമോളും കൂടെ ഒരു കുശുകുശുപ്പ്? അത് പണ്ട് ചോനറത്തല്ലെന്ന് റോക്കറ്റ് വിക്ഷേപിച്ച കാര്യം പറയുമായിരുന്നു. അയ്യോ ആണോ? എന്നാ പിന്നെ പടവലത്തുനിന്ന് അണുബോംബ് പരീക്ഷിച്ച കാര്യം കൂടെ ഒന്ന് പറയാൻ മേലായിരുന്നോ? அம்மா சோனர் தரையில ராக்கெட் விക്ഷേപിച്ചിங்களா? അറിഞ്ഞില്ലയോ? അത് സ്കൂളിൽ പഠിപ്പിച്ചില്ലയോ? അത് നേരെ ചെന്ന് വീണതേ അങ്ങ് മധുരയിലാ. അപ്പം പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, சொல்லவே இல்ல. എന്താ രണ്ടാളും സംസാരിച്ചത്? എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലായിരുന്നെന്ന് അല്ലയോ? അങ്ങനല്ലേ സംസാരിച്ചേ? നിങ്ങളെന്തോ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ മുതൽ ഞാൻ ഒച്ചയെടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തിയിട്ടില്ലെന്ന് അങ്ങനല്ലേ പറഞ്ഞത് നിങ്ങൾ? അവിടെ സ്പൈ അവിടെ ആര്? ആറു. സ്പൈ. എന്താ ഭവാനി നിനക്കിപ്പോ വേണ്ടത്? നിങ്ങൾ സംസാരിച്ചിരുന്നതിന്റെ ബാക്കിയോടെ പറ, എനിക്ക് കേൾക്കാമല്ലോ. അമ്മൂമ്മയുടെ അല്ല അപ്പൂപ്പനോട് വരെ എന്താ പറഞ്ഞോണ്ടിരുന്നെന്ന് ബാക്കിയോടെ പറയാൻ പറ. വിളിക്കുന്നേ. ഹലോ, ആ സതീശൻ ചേട്ടാ, നാളെയാ പെണ്ണ് കാണാനാ? ഓ മോനും ഫ്രണ്ട്സ്. ഇനിയിപ്പോ എന്താ ചേട്ടാ, അവിടെ ഉണ്ട്. ലൊക്കേഷൻ അയച്ചുതരാം. ഇവിടെ വാഴക്കാലം എത്തുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ കറക്റ്റ് ആ വഴിയും കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ ശരി. யார் ലച്ചു? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് എന്നെ വീടിന്റെ ഐശ്വര്യാന്ന് ഇങ്ങനെ പൊക്കി പറയുന്ന സതീശൻ ചേട്ടൻ. ആ ചേട്ടൻ വിളിച്ചതാ. ആ ചേട്ടൻ്റെ മോനും ഫ്രണ്ട്സൊക്കെ നാളെ വരുന്നുണ്ടെന്ന് പെണ്ണ് കാണുന്ന പരിപാടി. നീയേ ഐശ്വര്യമല്ല, അമിട്ടാ. ഞാനേ ഇവിടെ നിന്ന് ശരിയാവൂല അപ്പൂപ്പ, ഞാൻ പോന്നു. നീ എവിടെ പോ? എന്താ ചിരിക്കുന്ന? ബാക്കിയോട് പറ. നീ നിന്റെ പോകര് ഓടി, ബാക്കി കൂടെ പറഞ്ഞു. ഞാൻ പോവാ അല്ലെങ്കിലും. உங்க சண்டை பார்க்க நல்லா இருக்கு. പറഞ്ഞില്ലേ കുഴിപ്പള്ളത്ത് വന്നോ സതീശൻ? നമസ്കാരം. ജനാർദ്ദനനും ചേച്ചിയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ജനാർദ്ദനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പുള്ളിയുടെ ഭാര്യ ഉണ്ടോ? ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? അപ്പോഴേ ലക്ഷ്മീനെ വിളിച്ചായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഭവാനി, ലച്ചുവിനെ വിളിക്കേ. കുഴിപ്പള്ളത്ത് സതീശന് മറ്റും വന്നിരിക്കുന്നോടാ. ലച്ചുവേ, ലച്ചുമോളെ. ചേച്ചി എന്ത് ഇത്ര ഒരുക്കം? ഇനി എൻഗേജ്മെന്റിന് പോകുമ്പോഴത്തേക്ക് വൃത്തിക്കൊക്കെ പോകണ്ടേ? എന്റെ ഫ്രണ്ട്സ് എന്തായാലും അടിച്ച് പൊളിച്ചാൽ വരത്തുള്ളൂ. സംഭവം എൻഗേജ്മെന്റ് പരിപാടിയാണെങ്കിലും മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഷോ ഓഫ് ആണ്. കേറണമില്ലല്ലോ. ചേച്ചി സാരി എപ്പോ വാങ്ങിച്ച്? ഇതാ കല്യാണം കഴിഞ്ഞ സമയത്ത് മേടിച്ചതാ. കൊള്ളാവോ? പാവം സിദ്ധോളിയൻ. പാവം സിദ്ധോളിയനാ? എന്ത്? ആ മലയാളത്തിൽ കിടന്ന്. മലയാളത്തിലാ? മലയാളത്തിലെ എടി മണലാരണ്യം. അത് തന്നെ. ചേച്ചി ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി. സിദ്ധു അവിടെ പാവം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, ആ കാശ് ഞാൻ ഇവിടെ ദൂർത്തടിക്കുന്നു എന്നല്ലേ? അത് കറക്റ്റ്. എന്നാലേ കുഴപ്പമില്ല, എന്റെ ഭർത്താവ് അധ്വാനിക്കുന്നത് എനിക്കും കൂടെ വേണ്ടിയിട്ടല്ലേ. അപ്പൊ കുറച്ചൊക്കെ ദൂർത്തടിക്കാം. ചേച്ചിയെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. എന്നെ കാണാനാ? ആര്? ചേച്ചി വാ നോക്കാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.